സീസൺ 6 ആദ്യ അതിഥി പഴയ സീസൺ 1 ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് സാബുമോൻ വന്നിരിക്കുകയാണ് ബി ഹോട്ടലിലേക്ക്. ഇങ്ങനെയാണോ ബി ഹോട്ടൽ ടാസ്ക് കളിക്കേണ്ടത്? നമുക്ക് വരുന്ന അതിഥികളുടെ പുറകെ നടന്ന് അവിടെ ശല്യപ്പെടുത്തി പ്രാങ്ക് കൊടുത്തവരൊക്കെ ഓവറാക്കി ചളമാക്കി ഒരു ക്യാപ്റ്റനാണെന്നോ അല്ലെങ്കിൽ HR മാനേജറാണെന്നോ മറന്ന് ബാക്കിയുള്ളവരോട് പൊട്ടിത്തെറിച്ച് ഡെസ്കിലൊക്കെ അടിച്ച് ഇങ്ങനെയാണോ ബി ഹോട്ടൽ നടക്കേണ്ടത്? ഇങ്ങനെയായിരുന്നോ കഴിഞ്ഞ സീസണുകളിൽ നടന്നുകൊണ്ടിരുന്നത്? ഇതുവരെ നടന്നതിൽ ഏറ്റവും മോശം ബി ഹോട്ടൽ ടാസ്ക് ഇന്ന് സീസൺ 6 നടന്നത് അല്ലേ? ഇനി ഇതിൻ്റെ ഇടയിൽ ഋഷി അപ്സരയും എന്താണ് കാണിച്ചു കൂട്ടിയത്? ചെറിയ ഒരു സംഭവങ്ങൾ ഉണ്ടായി, പക്ഷെ അതിന് ഇത്രയും പൊട്ടിത്തെറിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നോ? അപ്സര കോയിന് വേണ്ടി അപ്സരയുടെ ഗ്രൂപ്പ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ഇനി ജാസ്മിനും റസ്മിനും അവർ തമ്മിൽ ഇനിയും സോട്ടപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് മാറും. റസ്മിൻ പറയുന്നുണ്ട് ഇനി വേണ്ട, നോറ ഇടയിൽ കയറുന്നു, ഇനി ഒരിക്കലും നമുക്ക് നിന്ന് കൊടുക്കരുത്, നിന്നെ ഞാൻ ശപിക്കുകയാണ് എന്ന് നോറ പറയുകയാണ്. ആരായിരുന്നു ഏറ്റവും നല്ല പെർഫോമർ? ഇതിനകത്ത് ആരാണ് കളി കൊണ്ടുപോകുന്നത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് സാബുമോൻ വന്നേക്കുന്നത് ചലഞ്ചർ ആയിട്ടല്ല, അതിഥിയായിട്ടാണ്. അപ്പോൾ നമുക്ക് വലുതായിട്ട് ഭയങ്കര ഗെയിം ചേഞ്ച് ഒന്നുമില്ല. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ്. ഇതിനകത്ത് ഹോട്ടലിൽ അതിഥിയായിട്ട് വന്നേക്കുന്നു. പുള്ളിക്കാരൻ എങ്ങനെയാണ് നമ്മുടെ സാബുമോനെ ആൾക്കാർ നോക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്, ഒരു അതിഥിയായിട്ട് എങ്ങനെ കൊണ്ടുപോകും, അതിനകത്ത് പുള്ളിക്കാരൻ ഇട്ട് കൊടുക്കുന്ന കണ്ടന്റ്, അവരെങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, അവരെങ്ങനെ കളിക്കുന്നു, അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതെല്ലാമാണ് ഇന്നത്തെ ടാസ്ക്. അവരെന്തെങ്കിലും ഹാൻഡിൽ ചെയ്തോ? സത്യം പറഞ്ഞാൽ ഓവറാക്കി ചളമാക്കി. എപ്പിസോഡിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. BB+ലും കുറച്ചെന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ലൈവ് കണ്ടവർക്കറിയാം എന്താണ് ഇന്ന് അവിടെ നടന്നെന്നുള്ളത്. ബിഗ് ബോസ് എത്ര തവണയാണ് ഇന്ന് ഇതാക്കിയത്, അനൗൺസ് ചെയ്തത് നിങ്ങൾ ക്യാരക്ടർ അല്ലെന്ന്. നിങ്ങൾ അതിനകത്തുള്ള ക്യാരക്ടറിൽ പിടിച്ചിട്ടില്ല ആരും. ഒരുപാട് പേര്, ആകെ കൂടെ ശ്രീതു അർജു അവിടെ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരുന്നു. അത് മാത്രം. പിന്നെ ജാസ്മിനും സിജോയും അവിടെ പോയിട്ട് പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി അവിടെ കൊണ്ടുവച്ചു. ബാക്കിയുള്ളൊരു ടാസ്ക് ചെയ്തു, പക്ഷെ എങ്ങനെ ചെയ്തു? ഓവറാക്കി ചെയ്തു, അല്ലെങ്കിൽ ക്യാരക്ടർ പിടിക്കാതെ ചെയ്തു. പല ആൾക്കാരും ഇതിൻ്റെ ഇടയ്ക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും പവർ റൂമുകാരായിട്ട് നിന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ 2 പ്രാവശ്യം എന്തോ ക്യാരക്ടർ വിട്ടുപോയി. അപ്സരയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട, വേറെ അപ്സരയുടെ ടീമിൻ്റെ കാര്യം മൊത്തം എങ്ങനെയെങ്കിലും സാബുമോനെ കഴിക്കുന്ന മുഴുവൻ കോയിൻസ് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാണ് ചെയ്തുകൊണ്ടിരുന്നത്. സത്യം ലൈവ് കണ്ടവർക്കറിയാം. പലതവണ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ക്യാരക്ടർ വിട്ടുപോകുന്നു, നിങ്ങൾ പവർ റൂം അല്ല, നിങ്ങൾ ആരും ജിൻഡോ അല്ല ഷെഫാണ്. അങ്ങനെ പല പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ സാബുമോൻ അകത്ത് കയറി വന്നപ്പോൾ പുറകെ നടന്നിട്ട് ഒരു ഭയങ്കരമായ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, അങ്ങനെ തോന്നിയില്ല. ടണൽ റൂമിൽ സാബുമോൻ കയറി. അതിൻ്റെ കൂടെ ഇവിടെ കോയിൻസ് വെക്കുന്നത് സത്യം പറഞ്ഞാൽ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞൊരു പവർ കൂടി സാബുമോൻ അതിന്ന് പിടിച്ചെടുത്തു. അതായത് കോയിൻസ് കൊടുത്തത് തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ. പക്ഷെ പുള്ളിക്കാരൻ തിരിച്ചെടുത്തില്ല. ഇത്രയും ചെയ്ത് കൂട്ടിയിട്ടും അപ്സരയുടെ ടീമിന് 2nd പ്രൈസേ കിട്ടിയുള്ളൂ. ഡെന്നിൻ്റെ ടീമിനാണ് കിട്ടിയത്, ഒരു 10 പോയിന്റ് എന്തോ എക്സ്ട്രാ കിട്ടി. ഇപ്പോൾ ഇവിടെ അപ്സരയുടെ ടീമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ 3 പേരും, അപ്സരയും ശരണ്യയും നന്ദനയൊക്കെ നോമിനേഷനിലുള്ളതാണ്. അപ്പോൾ അവർക്ക് അടുത്ത വർഷം പവർ ടീമിലും കയറണം, നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ നോമിനേഷൻ രക്ഷപ്പെടുകയും വേണം. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഓവറായിട്ട് കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാബുമോൻ്റെ പുറകെ നടക്കുന്നു. പിന്നെ കണ്ടസ്റ്റൻസ് ആയി തന്നെ നിൽക്കുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ BB അനൗൺസ് ചെയ്യുന്നത് കേട്ടായിരുന്നു കുറേ തവണ. പിന്നെ അത് കഴിഞ്ഞിട്ട് പവർ ടീം ഇവിടെ നോറ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് വടി കൊടുത്ത് അടി മേടിച്ച് തിരിച്ച്, അതായത് സ്വന്തം ആൾക്കാരെ തന്നെ നോറ പറയാണ് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. സ്വന്തം ഹോട്ടലിലുള്ള ജിൻഡോനെ പറയാണ് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളുന്നത്. അപ്പോൾ സാബുമോൻ അവിടെ ഒരു അടി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സാബുമോൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം, പവർ റൂമിന് പണിഷ്മെന്റ് കൊടുക്കണ്ട, സ്വിച്ച് ചെയ്യാം. പക്ഷെ അങ്ങനെ നാളെ അത് സ്വിച്ച് ചെയ്യുന്നുണ്ട് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് കിച്ചൺ ടീം മറ്റേ ക്ലീനിങ് ടീം ആവുന്നുണ്ട്, ക്ലീനിങ് അങ്ങനെ ആവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പവർ റൂമിൻ്റെ ഓണേഴ്സ് ആണെന്നുള്ളത് ഇവർ മറന്നു പോവുകയും പവർ റൂമിനെ കുറിച്ച് തന്നെ സാബുമോനോട് പോയി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇത് എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അപ്സരയുടെ ടീമാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവർക്ക് 100 പോയിന്റേ കിട്ടിയിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവരെ സാബുമോനെ ചില സ്ഥലത്ത് ആ സ്കിറ്റൊക്കെ ഭയങ്കര എനിക്കൊന്നും തോന്നിയില്ല ആ സ്കിറ്റ് കണ്ടിട്ട്. പിന്നെ ചില സമയത്ത് അരോചകമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഒരു പ്രാങ്ക് കൊടുത്തു. ആ പ്രാങ്കിനെ എത്രത്തോളം ഓവറാക്കാമോ അത്രത്തോളം ഓവറാക്കി ചളവാക്കി കുറച്ച് പേഴ്സണലൈസും ആക്കി. അത് പിന്നെ ഭയങ്കര വഴക്കിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ നോറേനെയാണ് പ്രാങ്ക് ചെയ്യാൻ പോയത്. അവിടെ പ്രൊവോക്ഡ് ആയത് ആരാണ്? ഋഷി. നോറേനെ പ്രാങ്ക് ചെയ്യാൻ പോയിട്ട്. ഋഷി ആണെങ്കിലോ പ്രൊവോക്ഡ് ആവാം,
തിരിച്ചിപ്പം ആക്ടിങ്ങിന്റെ കരിയറിന്റെ കാര്യമൊന്നും അപ്സര പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. നിനക്ക് എൻ്റെ അത്രയൊന്നും അഭിനയിക്കാൻ പറ്റുന്നില്ല, ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ശരി സമ്മതിച്ചു. അത് ഇതിനകത്തുള്ള അഭിനയമാണ്, പുള്ളിക്കാരൻ്റെ കരിയറിനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനെയും ഭയങ്കര ഓവറാക്കി എടുത്ത് അവിടെ കിടന്ന് നന്ദനെ പറയാൻ, നന്ദനയാണെങ്കിൽ പിന്നെ കുറച്ച് കൂടുതലാണ്, പക്ഷെ എന്നാലും അതിനെ ഋഷി ഭയങ്കര ഒരു HR ആണ്, ഹോട്ടലിലെ HR ആണ്. കഴിഞ്ഞ സീസണിൽ ജുനൈസ് വളരെ കൺട്രോൾഡ് ആയിട്ടാണ് അത് കളിച്ചത്. എന്തൊക്കെ ഇത് വന്നിട്ടും വിഷ്ണു അവിടെ കിടന്ന് ജുനൈസിനെ എത്രമാത്രം പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയിട്ടും ജുനൈസ് അനങ്ങിയിട്ടില്ല. ശ്രദ്ധിച്ചായിരുന്നോ? അതിലാണ് ജുനൈസ് കയറിയത്. അപ്പോൾ ഋഷി ആ സമയത്ത് സ്വന്തം ആ തിളങ്ങേണ്ട അവസരം കളഞ്ഞു വിളിക്കുക ഋഷി ചെയ്തത്. ഋഷി ഭയങ്കര ഓവറായിട്ട് കാണിച്ചു കൂട്ടുകയും പിന്നെ അത് കഴിഞ്ഞ് കരയും കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ക്യാപ്റ്റനാണ്, HR ആണ്. എന്നിട്ടും സത്യം പറഞ്ഞാൽ റസ്മിന് ഇതിൻ്റെ ഇടയ്ക്ക് മനസ്സിലായി ഇത് പ്രാങ്ക് ആണെന്നുള്ളത്. ഇവർ ഈ ഓവറായിട്ട് കാണിക്കുന്ന കണ്ടിട്ട് ലൈവിൽ പോയി ചോദിച്ചു സാബുവിനടുത്ത് ഇത് പ്രാങ്ക് ആണെന്ന്. നോറ അൻസിബെ അനങ്ങുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഋഷിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എനിക്കത് ആവശ്യമില്ലാത്തതായിട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഋഷി കുറേ കരഞ്ഞു. എന്നിട്ട് എന്തായി അവസാനം? ഡെന്ന് ടീം ജയിച്ചു, അപ്സരയുടെയും ഈ നെക്സ്റ്റ് ടീമും സെക്കൻഡായി. ഈ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് പറയുന്നത് സിജോയും ജാസ്മിനും ഓക്കെ, അവർ പ്രത്യേകിച്ച് എല്ലാവർക്കും ഇതിനകത്ത് ടാസ്ക് കളിക്കാം. നമ്മൾ ക്ലീനിങ് ടീമാണെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും കളിക്കാൻ പറ്റത്തില്ല, അങ്ങനെയില്ല. അവർ ആവറേജ് ആയിട്ട് സിജോ ജാസ്മിൻ പെർഫോം ചെയ്തു. കൂടുതലും അവരെ ടാർഗറ്റ് ചെയ്തു. പവർ റൂം ഇന്റർവ്യൂ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ, PV+ൽ കാണിച്ചായിരുന്നു. അവരെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അവരെ ടാർഗറ്റ് ചെയ്തു. ഇന്റർവ്യൂ സമയത്ത് കുറച്ച് കൂടുതൽ ടാർഗറ്റ് ചെയ്തു. അവർ തിരിച്ചും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പവർ റൂമിന്. ആ പവർ റൂമും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇവർ റിബലായിട്ടാണ് നിന്നത്. അപ്പോൾ നാളെ ഇവർ തിരിച്ച് മറ്റെന്താണ് എന്റർടൈൻമെന്റ് ടീമാവും. അപ്പോൾ ആരായിരിക്കും റോബോട്ട് ആവും അറിയില്ല. എന്തായാലും അവരെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്റർടൈൻമെന്റ് ടീമിന് മാത്രം ചെയ്യണമെന്നില്ല, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഇന്ന് സിജോയും ജാസ്മിനും ഒക്കെ ആവറേജ് ആയിരുന്നു. ഓടി പുറകെ നടന്ന് കോയിൻസ് മേടിച്ചില്ല, പക്ഷെ അവർക്ക് പോയിന്റ്സ് കിട്ടി. പോയിന്റ്സ് കിട്ടുകയും 100 പോയിന്റോളം കിട്ടി. ശ്രീരേഖ സത്യം പറഞ്ഞാൽ ഇന്ന് മറ്റേ അഭിനയിക്കുകയാണ് ചെയ്തത്, അല്ലാണ്ട് ഡ്യൂട്ടി ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തോന്ന് മറ്റേ ഈ സെക്യൂരിറ്റി ആയിട്ട്. പിന്നെ പറയാനുള്ളത് അർജുനും ശ്രീധുവും ഇന്ന് കുക്ക് ചെയ്തു, കൊടുത്ത ഡ്യൂട്ടി ചെയ്തു. എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്തില്ല, എക്സ്ട്രാ ആയിട്ട് മോട്ടിച്ചു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരും എനിക്കൊരു ആവറേജ്, ഭയങ്കര സൂപ്പറായിട്ട് അവർ എക്സ്ട്രാ ഓർഡിനറി ഒന്നും ചെയ്തില്ല, കൊടുത്ത കാര്യം ചെയ്തു, മറ്റവരെ ഓവറാക്കി, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ റസ്മിനും ജാസ്മിനും നോറയും. ഇവിടെ റസ്മിൻ ജാസ്മിനായിട്ട് മിണ്ടിയിട്ട് കുറേ ദിവസങ്ങളായി. മറ്റേ നിങ്ങൾ ഫേക്കാണോ എന്ന് പറഞ്ഞ ശേഷം പിന്നെ മിണ്ടിയിട്ടില്ല. അപ്പം നോറ ഇപ്പം അതിനകത്ത് 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. റസ്മിൻ അറിഞ്ഞു പുറത്ത് നെഗറ്റീവായത് ജാസ്മിനും ഗബ്രിയുടെയും കൂടെ കൂടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് റസ്മിന് മിണ്ടാൻ ആഗ്രഹവും ഇല്ല, ഇനി ഗെയിം കഴിഞ്ഞിട്ട് മതി എന്നാണ് പറയുന്നത്. പക്ഷേ ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ട് റസ്മിൻ്റെ കൂട്ട്, പുള്ളിക്കാരിക്ക് ഒരാൾ അവിടെ വേണം കൂടെ നിൽക്കാനും സപ്പോർട്ടുമായിട്ട്. അതുകൊണ്ട് ഒരുപാട് തവണ ജാസ്മിൻ പുറകെ പോയി, പക്ഷേ റസ്മിൻ പറഞ്ഞു പറ്റത്തില്ല. നോറ ഇന്ന് മനസ്സുകൊണ്ട് ശപിക്കുകയൊക്കെ ചെയ്തു. ജാൻമണീനെ പറഞ്ഞ ആളാണ് ഇപ്പോൾ തിരിച്ച് ശപിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് എപ്പിസോഡിലൊന്നും കാണിച്ചില്ല, പക്ഷെ ലൈവിൽ ശാപമൊക്കെ കാണിച്ചു. ഓക്കെ, അപ്പോൾ അപ്സരയും ശരണ്യയും അതെന്ത് വഴക്ക്? അത് ഈഗോ വഴക്കാണ്. കുറേ ദിവസങ്ങളായി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വഴക്ക്. അത് അപ്സര പലതവണയും ചാൻസുകൾ കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അത് ബെസ്റ്റ് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷനാണ് ഇവർ തമ്മിൽ. നമ്മുടെ ബിഗ് ബോസിന്റെ ഗെയിം മുറുകുന്നതോടെ ഒരു കോമ്പറ്റീഷൻ കൂടും, ഇന്റേണൽ കോമ്പറ്റീഷൻ കൂടും. നമ്മൾ ബെസ്റ്റ് ആകണം. അതിൽ കയറി വന്ന ഒരു വഴക്കാണ് ഇതൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോയും അതിലൊക്കെ വന്ന് തുടങ്ങിയതാണ്. അന്ന് അപ്സര സത്യം പറഞ്ഞാൽ അപ്സര വേറൊന്നുമില്ല, ടീമിന് വേണ്ടിയിട്ട് നിന്നെയാണ്. ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിരുന്നെങ്കിൽ അപ്സര ചില തെറ്റെന്ന് പറയാം ഇന്നത്തെ കാര്യത്തിൽ. ഇന്ന് പൊതുവേ അപ്സര അത് പിടിച്ച് ടീമിന് വേണ്ടിയായിരുന്നു. ശരണ്യയ്ക്ക് പെട്ടെന്ന് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ പവർ റൂമിന്റെ കാര്യം. പവർ റൂമിൽ അൻസിബ ഒടുക്കത്തെ ഗെയിമാണ് കേട്ടോ, സ്ട്രോങ് ആണ് അൻസിബ. അൻസിബ പറയുന്നുണ്ട് നമുക്ക് ഭരിക്കാം, നമ്മളെ വ്യാഴവും വെള്ളി എടുത്തിട്ട് അലക്കും, നമ്മളെ അടുത്ത ആഴ്ച നോമിനേറ്റും ചെയ്യും. പക്ഷെ എവിടെ പോയി ഈ അൻസിബ കുറച്ചും കൂടെ മുന്നിട്ട് വന്ന് നിന്ന് കളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മുന്നിൽ ഇറങ്ങി നിന്ന് അൻസിബ കളിക്കണം, പിറയിലിരുന്നല്ല കളിക്കേണ്ടത്. അൻസിബ ഈ ഗെയിം മുന്നിൽ ഇറങ്ങി വന്ന് കളിച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട് മുന്നേറാൻ. പക്ഷെ പിറയിൽ നിന്നാണ് കളിക്കുന്നത്. അൻസിബ വേറെ ആരെങ്കിലും വിളിച്ചെത്തി ഇങ്ങനെ പറയും. അങ്ങനെ പറയുന്നതിനെക്കാട്ടിയും മുന്നിലിറങ്ങി വന്ന് കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയേനെ. അപ്പോൾ ഇതാണ് ഇന്ന് നടന്ന കാര്യം. ഇനി നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. അങ്ങനെ ഡേ 58 ആരംഭിക്കുകയാണ്. കുതിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അണിഞ്ഞ പെണ്ണല്ലേ പെണ്ണല്ലേ, നിനക്ക് പെണ്ണിനാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ. ഡാൻസൊക്കെ നമ്മുടെ അൻസിബയുടെയൊക്കെ ഭാവോദ്ഭവമായ ഡാൻസൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ശ്രീരേഖ വന്ന് വായിക്കുകയാണ്. ചലഞ്ച് 1 പവർ റൂം ടാസ്ക് ആണ്. ഡേ 1 ആണ്. അതിഥികൾ ഏത് നേരം എത്താം. അത് മാത്രമല്ല നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ക്രിയേറ്റീവ്, ആര് ക്രിയേറ്റീവ്, എവിടെ ക്രിയേറ്റീവ്? പിന്നെ കാറിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ സ്വീകരിക്കാൻ പോകണം.
അതിഥികൾക്കൊരു റൂം മാറ്റി വെക്കണം, അവർ ഏത് റൂം പറയണോ അതിൽ പോകണം. പവർ റൂം ഒഴിച്ചിട്ട് ഋഷിയാണ് HR മാനേജർ. എന്ത് മാനേജർ അല്ല, പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കോയിൻസ് നിങ്ങൾ എന്ത് തവണ ചെയ്യുക, കോയിൻസ് നേടുക. ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടിയ ടീം വിജയിയാണ്. പരാതി ഉണ്ടെങ്കിൽ പവർ ടീമിനോട് പറയാം, പവർ ടീമിന് ബുദ്ധിപൂർവ്വം അവരെ ശിക്ഷിക്കാം, സ്റ്റാഫിനെ ജോലിയിൽ നിന്ന് റിമൂവ് ചെയ്യാം. ബസറ്റ് ടാസ്ക് ആണ്. അത് കഴിഞ്ഞ് എല്ലാവരും റെഡി ആവുകയാണ് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് എല്ലാവരും മറ്റേ ചൈനീസ് മോഡലൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അർജുൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് സംഭവ വികാസങ്ങളും കിച്ചണിൻ്റെ കാര്യങ്ങൾ, കിച്ചണിൻ്റെ എണ്ണയില്ല, പിന്നെ എല്ലാം അവരെ കറക്റ്റ് ഷെഡ്യൂളൊക്കെ വായിച്ച് കൊടുക്കുന്നുണ്ട്. പെഡിക്യൂർ, മാനിക്യൂർ, പിന്നെ 4 മണി പലഹാരം, ഇതൊക്കെ കാര്യങ്ങൾ 31,000 പേര് ലൈവിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വേറൊരു കാര്യം സിജോ പറയുന്നു, ടണൽ ടീമിൽ നിന്ന് ജയിച്ച് വന്നിട്ട് പവർ ടീമിലേക്ക് കയറി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പവർ ടീമിലേക്ക് അൻസിബയെ എടുത്തു. ഒന്നും ചെയ്യാത്ത അൻസിബ. എന്നിട്ടോ ഇപ്പൊ പവർ ടീം ലയിക്കുന്നത് അൻസിബയാണ്. അത് അൻസിബയുടെ കഴിവാണ്. ഞാൻ എന്തായാലും ഇത് അടിക്കും എന്നൊക്കെ പറഞ്ഞ് സിജോ നിൽക്കുന്നുണ്ട്. സിജോയും ജാസ്മിനും ഒക്കെ റബലായിട്ടാണ് നിൽക്കുന്നത്. നമ്മളിവിടെ റെവല്യൂഷനാണ്, എല്ലാത്തിനും എതിരെ പോരാടും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അൻസിബ എല്ലാ ടീമിനെയൊക്കെ സെറ്റാക്കി റെഡിയാക്കി നിർത്തുന്നു. ഹോൺ അടിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ പാട്ട് കൂത്തു ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഡോർ തുറക്കുന്നു, നമ്മുടെ സാബു മോൻ ഇറങ്ങി വരുന്നു. അപ്പോൾ എല്ലാവരും വെൽക്കം ടു BB ഹോട്ടൽ. അപ്പോൾ ഇതെന്താണ്, സ്കൂളാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറ്റി വിടുന്നു. അങ്ങനെ റോബോട്ട് സായി സ്കാൻ ചെയ്യുന്നു ഒക്കെ പറഞ്ഞ് നമ്മുടെ കൂളിംഗ് ഗ്ലാസും ഷട്ടല്ല എന്തോ സാധനവും പിന്നെ തൊപ്പിയൊക്കെ ഊരി കൊടുക്കുക. ക്ലോക്ക് റൂം എവിടെ? ക്ലോക്ക് റൂം ഇല്ലേ? നമ്മുടെ ഹോട്ടലിൽ ക്ലോക്ക് റൂം ഇല്ല. ഓ, ക്ലോക്ക് റൂം ഇല്ല. ആരായിരിക്കും? നോറ. എന്നാൽ നിങ്ങൾ സ്റ്റോർ റൂമിലേക്ക് വെച്ചോളൂ, ഇവിടെ ഇരുന്നോളൂ. അപ്പോൾ അയ്യോ, ഇരിക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഇവിടെയൊക്കെ നടന്ന് കാണണം. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പവർ റൂം. പക്ഷെ ഇവിടെ കയറാൻ പറ്റത്തില്ല കേട്ടോ, സോറി. എന്തിനു സോറി പറയണത്? അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞടാ. എന്തിനു സോറി പറയണത്? അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുവല്ലം ചെയ്താ. പിന്നെ ഇതാണ് ഡെൻ റൂം, ഇതാണ് നെസ്റ്റ്. ഓ, നന്നായിട്ടുണ്ട്. അപ്പോൾ അർജുൻ പുറകിൽ കൂടെ പോയിട്ട് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ക്യാരക്ടറിലൊക്കെ ആണല്ലോ. ഞാനിവിടെ വന്നിട്ടുണ്ട് പണ്ട്. നല്ല ആൾക്കാരായിരുന്നു പണ്ട് ഇവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ശ്രീതു ഇപ്പോഴും നല്ല ആൾക്കാരാണ്. പിന്നെ നല്ല ആൾക്കാർ തന്നെയല്ല. അങ്ങനെ ബാത്റൂമൊക്കെ പോയി കാണുന്നു, മെഡിക്കൽ റൂം പോയി നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുവാണിത്, നിങ്ങൾ എന്തുവാണ് ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നത്? എന്തായിരുന്നാലും നന്നായിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പോകുന്നു. എന്തൊക്കെ ഫുഡാണുള്ളത് അവിടെ? മെഡിറ്ററേനിയൻ, പിന്നെ അതേപോലെ ഇറ്റാലിയൻ, കോണ്ടിനെൻ്റൽ. എനിക്ക് മെഡിറ്ററേനിയൻ ആണ് കൂടുതൽ ഇഷ്ടം. അയ്യോ, ഇവിടെ ഒന്നുമില്ല സാർ. ഒന്നുമില്ലെങ്കിൽ ചമ്മന്തിയും ചോറെങ്കിലും കിട്ടുമോ? അത് മതി. ശരി. ഓക്കെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ. അപ്പോൾ അങ്ങനെ ലീവിംഗ് റൂമിലേക്ക് അങ്ങ് ഇരിക്കുകയാണ്. എല്ലാവരും ലീവിംഗ് റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ്. അങ്ങനെ സാബു, അതെ, സീസൺ 1 വിന്നർ സാബുവാണ് വന്നേക്കുന്നത്. അവിടെ ഇരുന്നോളാൻ പറയുന്നു. എൻ്റെ ഇടയിൽ കൂടെ പറയുന്നത് 50 ദിവസമായില്ലേ, ഇരിക്കാനും സ്ഥലമില്ല, ആരൊക്കെ പോണ്ടേ, ഇറങ്ങി പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നോറ, പോകാനല്ല വന്നത് ചേട്ടാ, അതാര് മാസം അടിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാനിന്ന് മൊത്തം മാസമായിരിക്കും എന്നൊക്കെ നോറ പറയുന്നുണ്ട്. ശരി. അപ്പോൾ ബിഗ് ബോസിലേക്ക് സാബുവിന് സ്വാഗതം. ഇഷ്ടം പോലെ ഇവിടെ പണക്കിഴിയുണ്ട്, അതിനകത്ത് പൈസയുണ്ട്. അത് സാബുവിന് നിങ്ങളെ ഇംപ്രസ് ചെയ്യുന്നവർക്ക് കൊടുക്കാം, നല്ല രീതിയിലുള്ള സർവീസ് കിട്ടുന്നവർക്ക് കൊടുക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ സാബു ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം, അതും കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ. ബിഗ് ബോസ് ഒരു സംശയമുണ്ട്, എനിക്ക് തിരിച്ച് മേടിക്കാൻ പറ്റുമോ കൊടുത്ത കോയിൻ? ചീപ്പ് കളിയാണ്, എന്നാലും അത് വേണമെങ്കിൽ മേടിക്കാം, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ മേടിക്കാം. ശരി, നിങ്ങൾ എന്തിടെ ആരും ഒന്നും ഒബ്ജക്റ്റ് ചെയ്യാത്തത്? ആർക്കും ഒന്നും ഇല്ലേ പറയാൻ? ഇല്ല, അത് സാബു ചേട്ടൻ ചെയ്യുമോ, നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ശരി. അങ്ങനെ ബസറടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുൾ എല്ലാവരും ഓണാണ്, ബസ്സിലടിക്കുന്നു. നമ്മുടെ ടാസ്ക് ഓൺ ആവുന്നു. സാർ നമുക്ക് വരൂ അപ്സരയുടെ ടീം വരൂ സാർ, വരൂ. ഇതാണ് നമ്മുടെ വീട്. ഇവിടെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, എന്ത് വേണോ സാറിന്, എന്ത് ആക്ടിവിറ്റീസ് വേണോ ചെയ്യാം. ഇവിടെ എല്ലാം ഉണ്ട്. സ്പാ വേണോ സാറിന്? സാർ പുറത്തുനിന്ന് വന്നതല്ലേ, വിശ്രമിക്കാം. അപ്പോൾ സാബു, എന്തായാലും നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കുന്നു, അപ്പോൾ ഞാൻ ഈ റൂം തന്നെ എടുക്കാം. പണിയായി. ഞാൻ ഈ റൂം എടുക്കുകയാണ്, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചോ. അല്ല, ഇടയ്ക്കെങ്ങാനും ഇല്ല, ഇവിടെ ഇതെല്ലാം മാറ്റിക്കോ. എവിടെയാണ് റൂം സർവീസ്? എവിടെ? നമ്മൾ ഹൗസ് കീപ്പിംഗ് സിജോയും ജാസ്മിൻ വന്ന് എല്ലാം എടുത്ത് മാറ്റുന്നു. അപ്പം നമ്മുടെ എന്താണ് ഋഷിയൊക്കെ പണി കിട്ടി, അപ്സരയ്ക്ക് പണി കിട്ടി. അപ്പം അങ്ങനെ അകത്തേക്ക് മാറ്റുന്നു. അങ്ങനെ നമ്മുടെ സാബു ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ടിപ്പ് അപ്സരയുടെയും കൂട്ടരുടെയും ഇതൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടേ ഇല്ല കേട്ടോ. അത് BB+ കാണിക്കായിരിക്കും, പക്ഷേ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. എല്ലാം ലൈവിലായിരുന്നു. ടിപ്പ് സാർ, ടിപ്പ് ഇത്രയും. എന്നാൽ ശരി. അങ്ങനെ പതുക്കെ സാബു അകത്തേക്ക് പോയിട്ട് ടിപ്പ് ഉള്ള ടിപ്പുണ്ട്, നന്ദനയ്ക്കും കൂടെ കൊടുത്തേക്ക്. അയ്യോ, അങ്ങനെ പറയണം സാർ, കുറച്ചും കൂടെ നമുക്ക് പൈസ ഇല്ലാത്ത ആൾക്കാരാണ്, നമ്മൾ കുറച്ച് ടിപ്പ് എങ്ങനെയാണ് ജീവിച്ച് പോകണം. അങ്ങനെ ടിപ്പ് കൊടുക്കുന്നു. ഓക്കെ, പാട്ട് വേണമെങ്കിൽ പാടാം സാർ ഇനിയും. അയ്യോ വേണ്ട, ഇപ്പം വേണ്ട, ഞാൻ പറയാം കേട്ടോ. ഓക്കെ. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ. അപ്പം ടിപ്പ് ഇത് കിട്ടിയല്ലോ കയ്യിൽ. അപ്പം അപ്സര അതുകൊണ്ട് നമുക്ക് കിട്ടി എന്ന് പറഞ്ഞ് അപ്സര എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നു. എന്തായാലും അവർക്കും കിട്ടും.
എന്താണോന്ന് എനിക്കൊരു പിടിയുമില്ല. അവരെയൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ സായി നമ്മുടെ സ്മോക്കിംഗ് ഏരിയയിലേക്ക് വരികയാണ്. ഇവിടെ സിഗരറ്റ് ഉണ്ടോ സാബു ചോദിക്കുകയാണ്. സിഗരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ജിൻഡോയുടെ അടുത്താണ്. ജിൻഡോ അവിടെ ഉണ്ടോ? ജിൻഡോ വിളിക്കൂ. അപ്പോൾ ജിൻഡോ ഇവിടെ നമ്മുടെ ബിഗ് ബോസ് തരുന്ന സിഗരറ്റ് ഉണ്ട്, 5 തരുന്നുണ്ട്, നിങ്ങൾക്ക് തരാം, സാറിന് തരാം, എടുത്തോളാം. അല്ല ജിൻഡോയുടെ സിഗരറ്റ് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ബിഗ് ബോസിനോട് ചോദിക്കണമായിരുന്നു ജിൻഡോ, ഒന്ന് ചോദിച്ചിട്ട് വരും കേട്ടോ, എന്നെ ഒന്ന് കാണണം. അങ്ങനെ ജിൻഡോ പോയിട്ട് പ്ലീസ് ബിഗ് ബോസ് നമ്മുടെ പുതിയ അതിഥിക്ക് സിഗരറ്റ് വേണം. അയ്യോ അങ്ങനെ ചോദിച്ചാൽ പോരാ ജിൻഡോ, ഇങ്ങനെ ആക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കും. അതാണ് നമുക്ക് ജിൻഡോ ചോദിക്കേണ്ടത്. സാബുമോന് ടാസ്ക് കൊടുക്കുന്നു, ജിൻഡോ പോയി ചോദിക്കുന്നു, എന്നിട്ട് വരുന്നുണ്ട്. അയ്യോ ഞാൻ ചോദിച്ചു സാർ, ഇങ്ങനെയാണ് ആക്കിയത്. ഇങ്ങനെ ആക്കിയാൽ പോകാനെന്നല്ലേ പറയണേ. ഒരു കാര്യം ചെയ്യൂ, എന്തായാലും ജിൻഡോ ചോദിച്ചതല്ലേ, ഒരു 10 രൂപ ഇരുന്നോട്ടെ, അതിന് 10 രൂപ കൊടുക്കണു. അപ്പോൾ ഉടനെ അൻസിബ, അപ്പോൾ ജിൻഡോ കാലൊക്കെ തൊട്ട് തരുന്നുണ്ട് സാബുവിൻ്റെ. അയ്യോ സാർ ഇതിനെ വിശ്വസിക്കരുത് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നോറയും, അത് തന്നെ ഇത്രയും വിനയൊന്നും ജിൻഡോയ്ക്ക് ഇല്ല. അപ്പോൾ ഉടനെ സാബു, സ്വന്തം ടീമിലെ സ്വന്തം ഹോട്ടലിലെ ആളെ വിശ്വസിക്കരുതെന്ന് പറയുന്ന മുതലാളി, സൂപ്പർ. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അയ്യോ വിശ്വസിക്കരുത് പറഞ്ഞാൽ അങ്ങനെയല്ല, പെണ്ണായി വീണല്ല, ഇനി കിടന്ന് ഉരുള. അതായത് നമ്മുടെ ടീമിന് എതിരായിട്ടാണല്ലോ കളിക്കാൻ വരുന്നത്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ സൈക്കോളജിക്കലി അത് തടയാമല്ലോ. എടേ നിങ്ങളുടെ ഹോട്ടൽ തുടങ്ങിയതല്ലേ ഉള്ളൂ, തുടങ്ങണതിന് മുന്നേ തന്നെ നിങ്ങൾ അതിന് തീ കൊടുക്കുമോ? അത്രേ ഉള്ളൂ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. വെറുതെ എന്തിനാണ് തുടങ്ങണതിന് മുന്നേ തീ കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇതൊക്കെ നടത്തിപ്പുകാരാണല്ലേ, ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നല്ല രീതിയിൽ പൊക്കോട്ടെ, നല്ല രീതിയിൽ പോവുക എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സാബുവിൻ്റെ പ്രാങ്കാണ്. ഒരുപാട് കാര്യങ്ങൾ നടന്നു, അത് മിക്കവാറും BB+ലായിരിക്കും. പ്രാങ്കിന് വേണ്ടി സാബു മോൻ എല്ലാവരെയും വിളിക്കുന്നു. അതിന് മുന്നേ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ക്യാമറ നോക്കി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം അപ്സരെ, നിങ്ങളുടെ ടീം ഓൾറെഡി ഓവറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോറയെ പ്രൊവോക്ക് ചെയ്യണം. അതായത് നോറ നിങ്ങളെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ സ്കോർ ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് നിങ്ങൾ പ്രൊവോക്ക് ചെയ്യണം. ഓക്കെ, 1 മണിക്കൂർ കഴിഞ്ഞ് ചെയ്താൽ മതി. അപ്പോൾ അപ്സര യെസ്, എന്തൊരു സന്തോഷം, നമ്മുടെ ടീം തന്നെ അടുത്ത പവർ ടീം, നോക്കി നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത്. നമുക്ക് ഇപ്പോൾ തുടങ്ങാം. അപ്പം നന്ദന പതുക്കെ മതിന്നേ, 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടെന്നല്ലേ. അപ്പം അത്രേ ഉള്ളൂ, പതുക്കെ മതി. അങ്ങനെ പതുക്കെ ആരംഭിക്കുകയാണ്. ലല്ലല്ലല്ല തുടക്കം മാംഗല്യം തന്തുനാനേന എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം ഇത് എന്തോന്നില്ല, ഇത് ഓവർ, ഈ ടണൽ ടീം എന്തോന്ന് ഓവർ ഇത്, അയ്യജി. അപ്പോൾ ഉടനെ നോർമൽ, ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തന്നതാണ്, ഇനി ഒരിക്കൽ കൂടെ വാണിംഗ് തന്നാൽ മിക്കവാറും പിരിച്ചു വിടേണ്ടി വരും. അപ്പോൾ സാബു ഇത് പിരിച്ചു വിടേണ്ടി വരുന്ന അവസ്ഥ തന്നെയാണ്. അപ്പോൾ ജിൻഡോ ഋഷി എടുത്ത് HR എന്ന് പറഞ്ഞ ആളേ ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത് നിന്നെ കുറിച്ചിട്ട്. അങ്ങനെ ഗാർഡൻ ഏരിയയിലേക്ക് പവർ ടീം ഇങ്ങോട്ട് വരൂ, പവർ ടീം വിളിക്കുമ്പം നമ്മൾ ടണൽ ടീം വരണം, വരൂ ടണൽ ടീമിനോട് ചോദിക്കാനുണ്ട് ഗാർഡൻ. അതെ ഗസ്റ്റ് നേരിട്ട് തന്നെ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കെതിരായിട്ട്. എന്ത് കംപ്ലൈന്റ്? നിങ്ങൾ വളരെ മോശമായിട്ട് ഓവറായിട്ട് പെരുമാറുന്നുണ്ട്, നിങ്ങളിത് ശരിയല്ല, നേരിട്ടാണ് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ശല്യമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അപ്സര, നിങ്ങൾ തരുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ട് നമുക്കിവിടെ ഒരു മുറിയിൽ ഒരു കോണിൽ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് പവർ ടീമിൻ്റെ ഇത് വേണ്ട, നമുക്കിവിടെ എങ്ങനെയെങ്കിലും ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കണം, അതിനാണ് നമ്മൾ വന്നേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളടുത്ത് ഡയറക്റ്റ് കംപ്ലൈൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റൂല, അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? അപ്സര സൗണ്ട് കുറച്ച് സംസാരിക്കുക, നമ്മൾ എന്തിനും സൗണ്ട് കുറയ്ക്കണം, നമ്മൾ നമ്മുടെ അവകാശങ്ങൾ ചോദിക്കാനാണ് വന്നേക്കുന്നത്, നിങ്ങൾ എന്തിനാണ് നമ്മളെ എപ്പോഴും തടയുന്നത്? അപ്പം നന്ദന, നോറേച്ചിയാണ് എപ്പോഴും തടയാൻ വരുന്നത്. ഞാനോ? അതെ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ പലപ്പോഴും തടയാൻ വരുന്നുണ്ട് നമ്മളെ. നോറേച്ചി ഒറ്റ വരുത്തിയാണ് നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തത്. പിന്നെ അപ്പോൾ ഉടനെ തന്നെ ഋഷി കയറി വരുന്നുണ്ട്. നിന്റെ ആക്ടിങ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ കളിച്ച് ഓവറാക്കുകയാണെന്ന്. എന്തിനാണ് ഋഷി അങ്ങനെ പറയുന്നത്? നമ്മൾ എന്ത് ആക്ട് ചെയ്തെന്നാണ്? നമുക്ക് പൈസ കോയിൻസിന് വേണ്ടിയിട്ടാണ് ആക്ട് ചെയ്തത്, വേറൊന്നിനുമല്ല. പിന്നെ നീ കോയിൻസിന് വേണ്ടി ഇങ്ങനെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്സര ഉടനെ തന്നെ, അതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഈ നോറ മാമാണ് ഇവിടെ എല്ലാത്തിനും കാരണം. എന്തിനാ നോറ പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. അപ്പൊ അഭിഷേക് ഓരോരുത്തർ പറയണം, വെറുതെ ആവശ്യമില്ലാത്ത കാരണം ചലക്കരുത്, നമ്മൾ ഓരോരുത്തർ തന്നെ പറഞ്ഞത്. പിന്നെ കൂട്ട ഇടിയായി ബഹളമായി കേട്ടാ. നമ്മൾ അപ്പോഴത്തേക്ക് സാബു ജാസ്മിൻ പുറത്തിറങ്ങി. എന്തുവാണ് ഇവിടെ നടക്കുന്നത്? അത് പിന്നെ നമ്മുടെ ഓൾറെഡി എന്റർടൈൻമെന്റ് ടീം ഉണ്ടല്ലോ, അവർ പവർ റൂമിനെ എടുത്തിട്ട് അടിക്കുന്നതാണ്, അതാണ് കാണുന്നത്. അപ്പോൾ ഉടനെ നമ്മൾ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്, നമ്മളും വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്, നിങ്ങൾ പവർ റൂമുകാരാണ് വഴക്കുണ്ടാക്കുന്നത്. അഭിഷേക് നന്ദനയും അപ്സരയും ശരണ്യയും കൂടെ ഋഷിയുടെ അടുത്ത്, നിന്റെ ഈ ഇതൊക്കെ കാണാൻ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, നീ HR ആണ്, HR ഭാഗത്ത് നിന്നാൽ മതി, നീ എന്തിനാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്? അപ്പൊ ഋഷി, നീ കൂടുതൽ അഭിനയിക്കേണ്ടി, ഇതിന്റെ ഓവർ ആക്ടിംഗ് ഒക്കെ കണ്ടതാണ്, നീ കാലിൽ വീണപ്പോൾ ഞാനും കാലിൽ വീണു, അതുകൊണ്ടാണ് നീ വെറും ഓവർ ആക്ടിംഗ് ആണ്. ഇത് തുടങ്ങിയത് ഋഷിയാണ് കേട്ടാ, നിങ്ങൾ 2 ഓവർ ആക്ടിംഗ് ആണ്, ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ്. അപ്പൊ ശരണ്യ, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ ഋഷി, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ പിന്നെ നീ കുറച്ച് കാണിക്ക്. അപ്പം ഞാൻ ആക്ടിങ് തന്നെയാണ്, നിന്നെപ്പോലെ നിനക്ക് പിന്നെ അഭിനയിക്കാൻ അറിയാത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് അപ്സരയുടെ വായിന്ന് വന്ന്. അപ്പോൾ നീ കിടന്ന് പറയടി, ഞാൻ അഭിനയിച്ചു നിനക്കെന്താടി, നീ കിടന്ന് നീ മെഴുകി നിന്നെപ്പോലത്തെ ഒരു ഫേക്ക് ലോകത്തില്ല. അപ്പോൾ നോറ അനുസരിച്ച് ഞാനൊരു ഫേക്ക് ലോകത്തില്ല.
അപ്പോൾ റസ്മിൻ പോയിട്ട് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ അവരെ ശിക്ഷ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ ഇങ്ങനെ പിരിച്ചു വിടുന്ന കാര്യം മാത്രമേ പറഞ്ഞു. ഞാൻ എന്തോന്നാണ് പറഞ്ഞത് മറന്നുപോയി സാബുമോൻ. അപ്പോൾ ഉടനെ എൻ്റെ ഇടയ്ക്ക് റസ്മിൻ ചോദിക്കുന്നുണ്ട് ഇത് പ്രാങ്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കാണിച്ചിട്ടില്ല കേട്ടാ. അപ്പോൾ എന്തായാലും അപ്പോൾ കയറി വരുന്നുണ്ട് അപ്സര. ചേട്ടാ സാബു ചേട്ടാ പടകാളി ചക്കി ചക്കി പോക്കരി മാക്കരി പലകടി അടി വഴിയോടിന്നിട്ട് വേ. അപ്പോൾ ഇതെന്തോന്നത് അപ്പോൾ ഇതെന്തോന്നാണിത് ഇതേ ടാസ്ക്. അപ്പോൾ ഉടനെ തന്നെ പവർ ടീം പുറത്ത് പോയിട്ട് ഇവരെന്തോന്ന് കച്ചറയാണ് ഈ കാണിക്കാണ്. ടാസ്ക് ആയിട്ട് എടുക്കണം റസ്മിൻ, ടാസ്ക് ആയിട്ട് എടുക്കണം. അപ്പോൾ അഭിഷേക് അവർ കഴിഞ്ഞ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ നന്ദന ഈ നോറയൊക്കെ ഈ നോറ ഈ നന്ദനയൊക്കെ എന്തോന്നാണ് കാണിക്കുന്നത്? ഈ നന്ദന എന്തോന്നാണ് ഈ അപ്സരയോ എന്തോന്നാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ജാസ്മിൻ പുറത്തിറങ്ങിയിരിക്കണം. അപ്പോൾ റസ്മിൻ അകത്ത് കയറിപ്പോ. അപ്പോൾ ഇവരിവിടെ കാണിച്ചു കൂട്ടുന്നത് നീ കാണുന്നില്ല, എനിക്കിവിടെ ഇരിക്കാം, പിന്നെ നമുക്ക് ഒരിടത്ത് ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊന്നും ജാസ്മിനും റസ്മിനും കൂടെ വഴക്കുണ്ടാവും. അതിനിടെ കൂടെ നന്ദനയും അപ്സരയും കൂടെ വഴക്ക്. നന്ദനയും അപ്സരയും അങ്ങോട്ടും ഇങ്ങോട്ടല്ല. ഈ നന്ദനയുടെ നോറയുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റേ അവർ തമ്മിലുള്ള പേഴ്സണൽ വഴക്കൊക്കെ എടുത്തിരുന്നു. നോറേച്ചുണ്ടല്ലോ ഈ നോറയുടെ കാര്യം പിന്നെ പറയണ്ട, പവർ റൂമിൽ എന്നെ കേട്ടിട്ട് ഇറങ്ങി പോടി എന്ന് പറയുന്നത്. അവിടെ അപ്സരയും ഋഷിയും കൂടെ വഴക്ക്. അപ്പോൾ ഉടനെ തന്നെ ജിൻഡോ ഗസ്റ്റ് വന്നിരിക്കുക, നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ സിജോ നമുക്ക് പരിഹരിക്കണമെങ്കിൽ പവർ റൂമിനെ വിളിക്ക്, നമുക്ക് ന്യായം വേണം, നമ്മൾ അവരുടെ കാല് പിടിച്ചു. അപ്പോൾ ഉടനെ ഋഷി എടി നീ കൂടുതലൊന്നും അഭിനയിക്കണ്ട, നിന്റെ അഭിനയമൊക്കെ ഞാൻ കുറെ കണ്ടു. അപ്പൊ നന്ദന അത് ചേച്ചിയുടെ ഇതാണ്, ചേച്ചി അഭിനയിക്കുന്നുണ്ടെങ്കിൽ കേട്ടാ, അത് ചേച്ചിയുടെ ഗെയിം, നിങ്ങൾ കൂടുതൽ പറയണ്ട. നന്ദന നിന്റെ കാര്യം എനിക്ക് പറയണ്ടടി, നീയും അതിൽ പെട്ടത് തന്നെ കേട്ടാ. അത്രേ ഉള്ളൂ, നിന്നെയൊക്കെ തലേ കയറ്റി വെച്ചത് എൻ്റെ തലേ കയറ്റി വെക്കാതിരിക്കണതാണ് നല്ലത്. തലയിൽ അല്ലെങ്കിൽ ഉണ്ടാ കയറ്റാൻ വേണ്ടിയിട്ട് നന്ദന പറഞ്ഞത്. എടി നന്ദനെ നീ കൂടുതൽ കളിക്കാൻ നിൽക്കരുത്, ഋഷിക്ക് പ്രാന്ത് പിടിക്കാൻ തുടങ്ങി. നീ കൂടുതൽ കളിക്കരുത്, നീ നാട്ടുകാരൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം, നീ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്ന നിനക്ക് കിട്ടിക്കോളും. നിന്റെ അഭിനയവും ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. ഒരു അൺറിയൽ ആയിട്ടുള്ള ആൾക്കാർ എല്ലാം അൺറിയലാണ്. നാട്ടുകാർ കണ്ടിട്ടുണ്ട് നിന്റെ അഭിനയമൊക്കെ. അപ്സര അവളുടെ അഭിനയം ചിരിയും ഫേക്ക്, എല്ലാം ഫേക്ക്, ഊള സ്വഭാവം. നന്ദനെ നിന്റെ ക്യാരക്ടർ നീ മാറ്റിപ്പിടിച്ചോ കേട്ടാ, നീ മാറ്റിപ്പിടിച്ചോ. അവരുടെ കൂടെ ചേട്ടൻ എന്താണ് പ്രശ്നം? ഉടനെ ജാസ്മിൻ എടി മിണ്ടാണ്ടിരിക്കുക, നീ ഇവിടെ മിണ്ടായിരിക്കുക. നീ എന്തോ ചെയ്യാൻ പോകുന്നത്, നിന്നെ പുറത്താക്കാനൊന്നും പോകുന്നില്ല, നീ മിണ്ടായിരിക്കുക. വേറെ സ്ഥലം പോടി, നീ വേറെ സ്ഥലത്ത് പോടി അഭിനയിക്കാൻ, നീ എൻ്റെ അടുത്ത് കളിക്കണ്ട. നിന്റെയൊക്കെ അഭിനയം എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ, നിന്റെ വൃത്തികെട്ട ആക്ട്. ഒറ്റ ആഴ്ചയുള്ളൂ നന്ദനെ, നീ കളിക്ക്, നീ മാക്സിമം കളിക്ക്, നീ കളിച്ചിട്ട് പോ എന്നിട്ട് വൃത്തികെട്ട രീതിയിൽ കളിക്ക്. നീ ആരാടി, നീ വാ തുറക്കുമ്പോൾ സൂക്ഷിച്ചലിക്കടി, അന്തസ്സായി കളിച്ചിട്ട് പോടി. ബസർ അടിച്ചേ. അപ്പോൾ സാബു ഇതൊന്നുമില്ല, ഇത് വെറുതെ ഇങ്ങനെ കിടന്ന് വഴക്കിടണം, ഈ ഓവറായോടെ നിങ്ങളെല്ലാവരും. ഞാനിത് നോറേനെ പ്രൊവോക്ക് ചെയ്യാൻ കൊടുത്തൊരു പ്രാങ്ക് ആയിരുന്നു. ആരെ പ്രൊവോക്ക് ചെയ്യാൻ കൊടുത്താലും എൻ്റെ അടുത്ത് കളിക്കാൻ പറ്റണ്ട. എൻ്റെ അഭിനയത്തെ, എൻ്റെ ആക്ടിങ്ങിനെ, എൻ്റെ കരിയറെ പുച്ഛിക്കാൻ എവളാരാണ്? എൻ്റെ കരിയറെ പിടിക്കാൻ എവളാരാണ്? പ്രാങ്ക് മുങ്ങൊന്നും എനിക്ക് കേൾക്കണ്ട. സോറി എന്ന് പറഞ്ഞ പോ എനിക്ക് കേൾക്കണ്ട. എൻ്റെ അഭിനയത്തെ പറയാൻ എവരാരാണ് എന്ന് പറഞ്ഞ് പിന്നെയും കിടന്ന് വഴക്കിടയാണ്. അവസാനം ബിഗ് ബോസ് പിടിച്ചിരുത്തുന്നു. നമുക്ക് അവിടെ ഇരിക്കൂ സാബു, എന്താണ് കോയിൻസ് കൊടുക്കാനുണ്ടോ? കോയിൻസ് തിരിച്ചെടുക്കാനില്ല, കോയിൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ സാബു കൊടുക്കുന്നുണ്ട്, അപ്സരയ്ക്ക് കൊടുക്കുന്നു. അപ്സര എഴുന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോയുടെ ടീം കൂടെ ഉള്ളവർ തമ്മിൽ തല്ലുമ്പോൾ ഇച്ചിരിയെങ്കിലും ഒന്ന് ഇടപെടാം. ഇടപെട്ടിരുന്നു ആണോ? എന്നാൽ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് സിജോയ്ക്കും നമ്മുടെ ജാസ്മിനും ശ്രീരേഖയ്ക്കും സാറിൻ്റെ പാട്ട് കേട്ടില്ല. കേൾക്കാമല്ലോ. മാർഗഴി തിങ്കളല്ലവാ. കൊള്ളാം. ഇനിയും ഇത്രയേ ഉള്ളൂ? ഇനിയും ഇനിയും എൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. മതി ഇത്രയും മതി, കൊണ്ടുവെക്കോ. അങ്ങനെ നെക്സ്റ്റ് ടീമിന് 100, ഡെൻ ടീമിന് 110, ടണൽ ടീമിന് 100. അങ്ങനെ ഡെൻ ടീമാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് എത്രയൊക്കെ അലക്കി വിളിച്ചിട്ടും അപ്സരയുടെ ടീം രണ്ടാമതാണ് ആയത്. അങ്ങനെ സാബു അപ്സരയും എന്താണ്, അത് കഴിഞ്ഞ് നോറയും ജാസ്മിനും. അപ്പോൾ നോറ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തോന്ന് നോറ വരുന്നുണ്ട്, റസ്മിനും ജാസ്മിനും. നീ ഒന്ന് പറയുന്ന ഞാൻ കേക്ക്, നമ്മൾ 4-5 ദിവസമായില്ലേ. റസ്മിൻ ഗസ്റ്റ് അവിടെ വന്നിരിക്കുകയാണ്, രാത്രിത്തെ ഫുഡിന്റെ കാര്യം എന്തായി നിനക്ക് ചോദിക്കണ്ടേ? അവള് വന്നേക്കണ് ചോദിക്കാൻ വേണ്ടി ജാസ്മിൻ. അപ്പൊ റസ്മിൻ ഞാൻ പറയാം, പോയി ചെയ്യ്, കിച്ചണിൽ പോയി ചെയ്യ്. അല്ല നീ എവിടെ പോന്ന് റസ്മിൻ? നീ ഇവിടെ ഇരിക്കെ. ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കാനും പാത്രം കഴുകാനും കക്കൂസ് കഴുകാനും മാത്രം വന്നതല്ല. നീ ഇവിടെ ഇരിക്കെ. ഞാൻ അത്രയും ആലോചിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിനക്കിപ്പോൾ പറയാൻ താല്പര്യമില്ലേ റസ്മിൻ? എൻ്റെ അടുത്ത് നിനക്കിപ്പോൾ എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലേ? അപ്പൊ റസ്മിൻ താല്പര്യമുണ്ട്. എന്നാ നീ ഇവിടെ ഇരിക്കെ. റസ്മിൻ ഞാൻ പറയുന്നത് കേക്ക്, അവിടെ ഗസ്റ്റ് സിജോ ചേട്ടൻ മാത്രമേ ഉള്ളൂ. റസ്മിൻ നീ ഇവിടെ ഇരിക്കുന്നത് ചിന്തിക്കണോ?
നിനക്ക് ചിന്തിക്കണോ? അപ്പൊ റസ്മിൻ ചിന്തിക്കണം. നിനക്ക് ചിന്തിക്കണം അല്ലേ? നിനക്ക് എത്ര ക്ലാരിറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ നോറ വരുന്നത്, റസ്മിൻ നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ, ഇപ്പൊ വന്നില്ലെങ്കിൽ ഞാൻ നോക്കിക്കോ, നീ എന്റെ അനിയത്തിയാണ് സത്യം, ഞാൻ പിന്നെ അടുത്ത് ഒരിക്കലും മിണ്ടത്തില്ല. അപ്പോ അവളുടെ ഒരു ചോറി. അപ്പൊ അപ്പൊ റസ്മിൻ നീ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല നോറെ. എങ്ങനെ പറയണം? പിന്നെ എങ്ങനെ പറയണം? നിനക്ക് മതിയായില്ല അല്ലേ? നീ പവർ റൂമിലേക്ക് പോ, നീ മതിയായില്ല, നീ ഇങ്ങനെ തന്നെ ആയിക്കോ, നീ ഇങ്ങനെ തന്നെ ആയിക്കോ. റസ്മിൻ നീ മിണ്ടാണ്ടിരിക്കുക, നിന്റെ കാര്യം നോക്ക്, ഞാനും അവളുമായിട്ടുള്ള പ്രശ്നം വേറെയാണ്. പിന്നെ അങ്ങനെ ഋഷീനെ നോക്കാൻ വേണ്ടി പോണു. നിനക്ക് എന്താണ്? എനിക്ക് നിന്നോട് അറപ്പാണ് തോന്നുന്നത്, വെറുപ്പും തോന്നുന്നുണ്ട്. അവളെ എടി പൊടി വിളിച്ച് നിനക്ക് അവളെ എന്തെങ്കിലും മാറ്റാൻ കഴിഞ്ഞോ? നിനക്ക് എത്തിക്സ് ഇല്ലേ? നിനക്ക് മനസ്സിലാവുന്നില്ല അവൾ കാണിക്കുന്നു. ഈ വീട്ടിൽ കയറിയ ദിവസം തൊട്ട് എന്നെ അവൾ ടോർച്ചർ ചെയ്യുന്നുണ്ട്, നീ കാണുന്നില്ലേ? നീ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന കാണുന്നില്ലേ? നിനക്ക് ഒന്നും അറിയണ്ട. എടി ഒന്ന് മിണ്ടായിരിക്കേ. ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയാണ്, നീ അനുഭവിക്കൂ, അനുഭവിക്കൂ, അത്രേ ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ അൻസിബ പറയുന്നു, എനിക്കൊന്നും കേൾക്കണ്ട. എന്താണ് നോറ, എന്താണ്? ഇവളുണ്ടല്ലോ, ഇവള് ഞാൻ അവളുടെ കൂടെ നിൽക്കുമ്പോഴും ഞാൻ പോയി വിളിച്ചിട്ട് ഇവള് അവളെ ഡ്യൂട്ടിക്ക് വിടുന്നില്ല, എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയല്ലേ? ഇവള് പവർ ടീമിലുള്ളല്ലേ ഈ റസ്മിൻ, എന്നിട്ട് ഞാൻ പോയി വിളിച്ചിട്ട് ഇവള് വിടുന്നില്ല. എനിക്ക് എന്തുമാത്രം വിഷമാവും, എനിക്ക് ഇൻസൾട്ട് അല്ലേ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് ജാസ്മിൻ പോയിട്ട്, എടി റസ്മിനെ എനിക്ക് സംസാരിക്കണം, എനിക്കിപ്പോൾ വയ്യ, എനിക്ക് സംസാരിക്കണം, നീ എൻ്റെ കൂടെ ലാസ്റ്റ് വരെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്, പുറത്ത് വെച്ച് നമുക്ക് സംസാരിക്കാം, ഇനി എനിക്കൊന്നും സംസാരിക്കുകയില്ല. ശരി എന്ന് ജാസ്മിൻ പോകുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ കാണുന്നത് സാബു അപ്സരയും. പറഞ്ഞു തീർത്തോ? എന്ത് പറയാനാണ് സാബു ചേട്ടാ? ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്തിനാണ് അതിനിപ്പോൾ പറഞ്ഞത് ഇത്രയ്ക്ക്? ഞാൻ പറഞ്ഞത് എനിക്ക് അഭിനയിക്കാൻ അറിയാം, നിനക്കത് അറിയില്ലല്ലോ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇത്ര വലിയ തെറ്റാണ്. ഞാൻ കരിയറിനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അത് വെച്ച് ചോദ്യം നിന്ന് ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ അങ്ങനെ പറയുമോ? അത് കഴിഞ്ഞ് സാബുവും ജിൻഡോ, നിനക്കിപ്പോൾ നിന്നെ ആരെങ്കിലും വഞ്ചിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ ശത്രുക്കളാവും. അപ്പോൾ ജാസ്മിൻ, എന്ത് പറഞ്ഞാൽ ഇപ്പം എന്ത്? പിന്നെ അവരറിയാം, അത്രേ ഉള്ളൂ. അല്ല എനിക്കറിയാം സാബു ചേട്ടാ എന്താ പറയണമെന്ന്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം എടുത്തിടാൻ പറ്റൂലല്ലോ, അവർ കണ്ടുപിടിക്കുമല്ലോ, അതാണ് കാര്യം. അപ്പോൾ ഉടനെ ജിൻഡോ, നീ വലിയ ഗെയിമർ അല്ലേ, മാസമായിട്ട് നിന്റെ ചാനലിലെടുത്തിടും, ഇതൊക്കെ മാസാന്ന് പറഞ്ഞ് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി BB+ൽ നടന്നത് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ഇന്റർവ്യൂ ആണ് നടന്നത്. ആദ്യം ടണൽ ടീം വരുന്നു, ശരണ്യനെ കൈ പിടിച്ച് അപ്സര വെക്കുന്നു. അത് കഴിഞ്ഞ് ഡെൻ ടീം വരുന്നു ഇന്റർവ്യൂവിന്, ജിൻഡപ്പൻ. പിന്നെ അർജുനൊക്കെ പറഞ്ഞു നമ്മൾ ഓൾറൗണ്ടറാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ജിൻഡപ്പൻ പറയുന്നു ഞാൻ നാടൻ കറികളാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ അർജുൻ പറയുന്നു ഞാൻ വലിയ മെഡിറ്ററേനിയൻ ചൈനീസൊക്കെ ഉണ്ടാക്കും, ക്രോക്കഡൈൽ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കും. ശരി, അപ്പോൾ അപ്സര എൻ്റെ ഇടയിൽ കൂടെ എന്തോന്ന് നിനക്ക് പറഞ്ഞുകൂടെ, നിനക്ക് ലാംഗ്വേജസ് ഒക്കെ അറിയാമെന്ന്. അപ്പോൾ ശരണ്യ അതിന് പറയാൻ സമ്മതിക്കണ്ടേ? പറയാൻ സമ്മതിച്ചില്ലേ? പറയാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് അവരവിടെ വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം സിജോയും ജാസ്മിനും ശ്രീരേഖയും കയറുന്നുണ്ട്. അപ്പോൾ അപ്സരയും നമ്മുടെ ശരണ്യയും കൂടെ അവിടെ ഇരുന്ന് വഴക്കുണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ആരാണ് ശ്രീരേഖയുടെ ടീം, ജാസ്മിൻ്റെയും സിജോയുടെയും ടീമും അതേപോലെ തന്നെ നമ്മുടെ പവർ ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയാണ്. അതായത് വൃത്തിയും എടുപ്പൊക്കെ ഉണ്ടോ എന്ന് അൻസിബ കുത്തുന്നു, ആവശ്യത്തിനുള്ള വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ താഴെ വീണ് കഴിച്ച് സിമ്പതി പിടിക്കുമോ? സിമ്പതി പിടിക്കത്തില്ല, സിജോനെയും കുത്തുന്നു. അപ്പോൾ സിജോ തിരിച്ച് ഇവിടെ മാറിയിരുന്ന് കട്ടിലിരുന്ന ആൾക്കാർ പറയുന്ന പോലെ പറയത്തില്ല, പിന്നെ കുറ്റം പറയത്തില്ല, മാറിയിരുന്ന് ചൊറി പറയത്തുമില്ല, എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കുത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് അപ്സരയുടെയും നമ്മുടെ ശരണ്യയുടെയും വഴക്ക് വരുന്നത്. അത് കഴിഞ്ഞ് അവരെല്ലാം റൂമിൽ പോയി ഇരിക്കുമ്പോൾ അപ്സര പറയുന്നുണ്ട്, എന്താണ് ശരണ്യ പറയാത്തത്? ശരണ്യക്ക് പറഞ്ഞൂടെ? ശരണ്യക്കില്ല. അപ്പം അപ്സര കൂടുതലൊന്നും പറയണ്ട, എനിക്ക് പറയാനുള്ള അവസരം തന്നിട്ടില്ല. സായി ചേട്ടാ ഇവരെന്നെ കൈ പിടിച്ചു വെച്ചു. പിന്നെ അതിന് മുന്നേ തന്നെ ടീമൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അറിയാലോ നിങ്ങൾക്ക് ടീം എന്തൊക്കെയാണ്? കിച്ചൺ ടീം, ഡെന്ന്, ഹൗസ് കീപ്പിംഗ്, നെസ്റ്റ്, ടണല്, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ടീം. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമാവുന്നു. അപ്പം സിജോയും ജാസ്മിനും നമ്മളെ പിന്തള്ളിയല്ലേ, പക്ഷേ ഇത് നാളെ മാറും. അപ്പോഴാണ് ശരണ്യ പറയുന്നത്, സായി ചേട്ടാ കേട്ടായിരുന്നു എൻ്റെ കൈ പിടിച്ചു വെച്ച്. എന്തിനാണ് എൻ്റെ കൈ പിടിച്ചു വെച്ചത്? എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അറിയാമോ? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ സ്പായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് സ്പായുടെ കാര്യങ്ങൾ ഒരുപാട് പറയായിരുന്നു. അപ്പോൾ അപ്സര, ഞാൻ പറഞ്ഞോ പറയണ്ടെന്ന്? ഞാൻ പറഞ്ഞോ? നീ കൈ പിടിച്ച് വെച്ചു, ഇത് ഗ്രൂപ്പ് ടാസ്ക് ആണ്, ഇപ്പം നമുക്ക് കിട്ടിയല്ലോ നല്ലത്, അപ്പം അത് ചെയ്തുകൂടെ? അല്ല, എനിക്ക് അവിടെ പോയിന്റ് എന്നെ ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് വലുത്. സെൽഫ് റെസ്പെക്റ്റ് ആണോ? അപ്പം എനിക്ക് ഈഗോ കാണിക്കേണ്ട ആവശ്യമില്ല അപ്സര. ഞാൻ ഈഗോ കാണിച്ചെന്നോ? എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നത് പിടിക്കത്തില്ല. അപ്പം അപ്സര, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയണ്ട. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയണ്ട. അപ്പം ഉടനെ തന്നെ അപ്സര കരയുന്നു, ഞാൻ എൻ്റെ ടീമിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പം നന്ദന, ചേച്ചി ഒന്നും മിണ്ടായിരിക്കും, ചേച്ചി നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടായിരിക്കേ, നിങ്ങൾ സോറി പറയേ, കുഴപ്പമൊന്നുമില്ല. വേണ്ട നന്ദു, വേണ്ട, എനിക്ക് സംസാരിക്കണ്ട. കുറച്ച് നാളായി തുടങ്ങിയിട്ട് എവളുടെ ഈ പ്രശ്നം.
ഇവളെന്തിനാ? ഞാൻ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, നീ പിടിച്ചു വെക്കുന്ന കാര്യമല്ല അപ്പു പറഞ്ഞത്, എനിക്ക് സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചോ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചത് എന്ന് അപ്സര പറയുന്നു. അപ്പോൾ ശരണ്യ ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ശരണ്യ നന്ദനെ എടുത്ത്, ഞാൻ എന്തുമാത്രം ഇവിടെ ആഗ്രഹിച്ചെന്നറിയാം സംസാരിക്കാൻ വേണ്ടിയിട്ട് നന്ദു, ഇതുവരെ അവൾ എന്നെ ഒരു കാര്യത്തിലും ഇങ്ങനെ സംസാരിച്ചില്ല. അപ്പോൾ അപ്സര അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, അതെ വല്ല പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാണ്ട് നാട്ടുകാരുടെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ അവിടെ തന്നെ നന്ദന നമ്മുടെ അപ്സര പുറത്തേക്ക് പോകുന്നു. റസ്മിൻ സംസാരിക്കുക, എന്താണ് പ്രശ്നം? എടി എനിക്ക് വിഷമാവും, എന്തൊക്കെയെന്നറിയാമോ, പലരെയും പിടിച്ചെത്തി സംസാരിക്കുന്നു. ജാസ്മിൻ്റെ അടുത്ത്, ഇപ്പോൾ നന്ദനയുടെ അടുത്ത്, പിന്നെ ശ്രീധുവിൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. എൻ്റെ അടുത്ത് മാത്രം ഒന്നും പറയുന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഋഷി കയറി വരുന്നത്, എന്താണ് പ്രശ്നം ശരൺ ചേച്ചി, എന്താണ് പ്രശ്നം? എനിക്ക് അപ്പം നന്ദന, എങ്ങോട്ട് കയറി ഇടപെടണ്ട കേട്ടോ, ഇങ്ങോട്ട് കയറി ഇടപെടണ്ട, നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾ കെടുത്തെടുക്കാനാണ് വന്നത്. നന്ദന മിണ്ടായിരിക്കേ നോര, നന്ദന മിണ്ടായിരിക്കേ, എനിക്കറിയാം ചേച്ചി എന്താ പറഞ്ഞെന്നുള്ളത്, എനിക്കറിയാം, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ശരണ്യ, എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്, എന്നെ എടി പൊടിന്ന് വിളിക്കാൻ പറ്റത്തില്ല, ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ സെൽഫ് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഋഷി, ശരി കംപ്ലൈന്റ് എടുത്തിരിക്കുന്നു. അപ്പൊ അവിടെ നന്ദന, നിങ്ങൾ എന്തിനാ കയറുന്നത്? ഋഷി എന്തിനാ കയറി വന്നത്? ഋഷിയാണ് പോയേ, ഇങ്ങോട്ട് നമ്മുടെ റൂമിന്റെ കാര്യം ഇപ്പൊ പുറത്ത് പറയേണ്ട ആവശ്യമില്ല, പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇതേ നന്ദന കൂടുതൽ കളിക്കാൻ നിൽക്കരുത്, നീ എന്തിനാണ് ഈ പോള വള്ളിയൊക്കെ കയറി പിടിക്കുന്നത്? എന്തോ നീ പൊടി ഇറങ്ങി, എന്നെ കയറി പൊടിന്ന് വിളിക്കാറുണ്ടല്ലോ, നമ്മുടെ റൂമിലെ കാര്യം നമ്മുടെ റൂമിൽ ഇരുന്നാൽ മതി, നിങ്ങൾ എന്തിനാ കയറുന്നത്? നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞാൽ കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പം നോറ, പവർ റൂമിന്റെ അധികാരം വെച്ച് പറയാൻ ഞാൻ ശരണി ചേച്ചിയെടുത്ത്, അതിന് നന്ദന മിണ്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ നന്ദനയും ഋഷിയും ഒക്കെ കൂടെ അവിടെ വഴക്കുണ്ടാവുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ എടുത്ത് അപ്സര, ഞാൻ എന്തെങ്കിലും ചെയ്തോ ജിൻഡു ചേട്ടാ? ഒന്നും ചെയ്തിട്ടില്ല, നീ മിണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അതങ്ങനെ വഴക്ക് തീരുന്നൊന്നുമില്ല. പിന്നെ ടാസ്ക് തുടങ്ങിയാണ് ചെയ്യുന്നത് കേട്ടാ. അത് കഴിഞ്ഞിട്ട് അപ്സരയുടെ സ്കിറ്റ്, എൻ്റെ പൊന്നോ ഒടുക്കത്തെ ബോറ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ശരിയാക്കണമെന്ന് സാബു അങ്ങ് വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് തട്ടുകടയിൽ നിന്ന് മോട്ടിക്കുന്നു അർജുനും ശ്രീധുവും. ആ ഒരു ഷോട്ട് മാത്രമുണ്ട് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും. ഇതിൽ എന്ത് വലിയ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്ന് എനിക്കറിയില്ല. അവർ കുക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. അവർക്ക് കൊടുത്ത കാര്യം അവർ ചെയ്തിട്ടുണ്ട്, ഓവറാക്കിയിട്ടുമില്ല അണ്ടറാക്കിയിട്ടുമില്ല. അത് കഴിഞ്ഞ് സായിയും സാബു സംസാരിക്കും. സായിയുടെ അടുത്ത് സാബു, ഡേറ്റ കുറച്ച് വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, പുറത്തെടുത്ത് പ്രയോഗിക്കണം. അപ്പോൾ 25% കൂടെ ഉണ്ട്, ഇനി അടുത്ത ആഴ്ച തൊട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ സമയം പോകുന്നുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ മോശം ഗെയിമർ ആരാണ്? നോറ. ഓക്കെ, നല്ലതോ ഞാനും ജിൻഡോയും ഒക്കെ. പല ഡേറ്റാസും ക്ലിയർ ആക്കാനുണ്ട്, ഇങ്ങനെയൊന്നുമല്ല, ചിലപ്പോൾ റോങ് ഡേറ്റയും വരും എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് HR-ഉം അപ്സരയും തമ്മിൽ, അപ്സരയുടെ ടീമും തമ്മിൽ HR പറയുന്നുണ്ട്, അതെ ഒരു HR-ന്റെ കംപ്ലൈൻ്റ് ഉണ്ട്. അല്ല, HR-ഉം അപ്സരയും സ്മോക്കിംഗ് ഏരിയയിൽ സാബു മോനെ പോയിട്ട് ഡാൻസ് കളിക്കുകയാണ്. ലല്ല ഞാൻ പാട്ട് പാടുന്നുണ്ട്, ഹലോ സാർ പാട്ട് പാടാം, ഒരു മധുര കിനാവിൻ ലഹരിയിലെന്നു. അപ്പം അവിടെ തന്നെ നമ്മുടെ HR പറയണം, ഋഷി ഒന്ന് മാറിക്കേ, ഗസ്റ്റിന് അവസരം കൊടുക്കണം, ഗസ്റ്റിനെ ശല്യപ്പെടുത്തരുത്. അയ്യോ ഗസ്റ്റിന് ഇഷ്ടമാണ്, നമ്മുടെ ഡാൻസ് ഗസ്റ്റിന് ഇഷ്ടമാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രീരേഖ 45 വയസ്സായ ഒരു സെക്യൂരിറ്റിയാണ്, അവിടെ ഫ്രസ്ട്രേഷൻ തീർക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പവർ ടീം വന്ന് പറയാണ്, നോറ പറയുന്നുണ്ട്, HR-ന്റെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ മിണ്ടായിരിക്കണം, HR ആണ് കംപ്ലൈന്റ് പറഞ്ഞേക്കാൻ, ഞാൻ പവർ ടീമിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരാം നിങ്ങൾക്ക് എന്താണ് പണിഷ്മെന്റ് എന്ന്. അപ്പം നോറ പോയി ചോദിക്കുന്നു. അപ്പം അൻസിബ പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് വാർണിംഗ് കൊടുക്കാം, നിങ്ങൾക്ക് ഫസ്റ്റ് വാർണിംഗ് ആണ് തരുന്നത്, ഓക്കെ, ഇനി എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിരിച്ചുവിടും. അപ്പോൾ ഋഷിയുടെ കാലിൽ വീഴുന്നു അൻസിബയല്ല അപ്സരയൊക്കെ. അങ്ങനെ പവർ ടീം ഒന്നും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ റസ്മിൻ പറയുന്നു, നമ്മൾ ഓണേഴ്സായിട്ട് നിൽക്കുക. അപ്പോൾ അൻസിബ, ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന്. അപ്പോൾ അഭിഷേക് പറയാണ്, ജോബ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അത് പറ്റത്തില്ല, ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, എല്ലാവരും പേടിക്കും, ഒരൊറ്റ എണ്ണത്തെ പിരിച്ചുവിടുക, അപ്പം പേടിക്കും. നമുക്ക് എന്തായാലും വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും, തിങ്കളാഴ്ച ആകുമ്പോൾ നമ്മളെ നോമിനേറ്റും ചെയ്യും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നന്നായിട്ട് നിന്നാലും നമ്മൾ മോശമായിട്ട് നിന്നാലും നമ്മൾ എന്തായാലും ഇതൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം അങ്ങ് ചെയ്യുക, അൻസിബ പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നോറയും സാബുവും ജിൻഡോ ഒക്കെ മീറ്റ്. അപ്പം നോറ, അതെ സാബു ചേട്ടാ, ഈ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഗെയിമാണെന്ന് പറയുന്ന വല്ല കാര്യമുണ്ടോ? ചില ആൾക്കാർ ഉള്ള പൊട്ടത്തരങ്ങളും പേഴ്സണൽ സ്വഭാവവും ഒക്കെ കാണിച്ചിട്ട് എൻ്റെ ഗെയിമാണെന്ന് പറയും. അപ്പം ജിൻഡോ, മനസ്സിലായില്ലേ സാബു ചേട്ടന്? അതായത് ഇവിടെ ഒരാഴ്ചത്തെ ആഴ്ച ഇവള് ഫുൾ കരച്ചിലായിരുന്നു, ആരും കണ്ടില്ല. രണ്ടാമത്തെ ആഴ്ച ഇവള് കുറച്ച് കരച്ചിൽ കുറച്ചു, അപ്പോൾ വീക്കാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആഴ്ച ഇവള് ഭയങ്കര, ഇവൾക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, ഇവൾ ട്രിഗർ ആവുന്നില്ല, ഒന്നുമില്ല. അതൊക്കെ ഇവൾക്ക് കളിക്കാം. സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം. അപ്പം നോറ, ഞാൻ എപ്പോഴാണ് സ്വന്തം കുറ്റം മറച്ചു വെച്ചത്? വെറുതെ കള്ളനാണ്, വായെടുത്ത കള്ളം മാത്രമേ പറയുള്ളൂ. കരയുന്നത് വല്ല മോശമാണോ? അല്ല. പ്രസവിക്കുമ്പോൾ കരയുന്നില്ലേ? ജനിക്കുന്ന കുട്ടി കരയുന്നില്ലേ? അപ്പോൾ ജിൻഡോ, ക്യാമറയുടെ മുന്നിൽ നോക്കി ആരും കരയിലില്ല. ഞാൻ ക്യാമറ മുന്നിൽ നോക്കി ആര് പറഞ്ഞു? അപ്പോൾ അല്ല, മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവിടെ ക്യാമറയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞ് BB+ അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.